നമസ്കാരം. യുദ്ധം നടക്കുന്നത് ഭാരതത്തിന് തൊട്ടടുത്താണ്. ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും സംയുക്ത സേന ഇറാനെ ആക്രമിക്കുമ്പോൾ തീർച്ചയായും ഇന്ത്യക്ക് തൊട്ടടുത്ത് തന്നെയാണ് യുദ്ധം നടക്കുന്നത്. ഇനി ശ്രീലങ്കയെ സംബന്ധിച്ചാണെങ്കിൽ 70 കിലോമീറ്റർ മാത്രം അകലെയാണ്. ശ്രീലങ്കയുടെ ഗൗൾ പോർട്ടിൽ നിന്ന് 70 കിലോമീറ്റർ മാത്രം അകലെയാണ് ഈ യുദ്ധം നടക്കുന്നത്. 40 നോട്ടിക്കൽ മൈൽ മാത്രം ദൂരത്തിൽ യുദ്ധം നടക്കുന്നു. തീർച്ചയായിട്ടും ഇത് നമ്മെ ബാധിച്ച് തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ അടുത്ത്, അതായത് വിശാഖപട്ടണത്തിൽ നേവൽ എക്സസൈസ് കഴിഞ്ഞ് മടങ്ങുന്ന, മൾട്ടിനാഷണൽ നേവൽ എക്സസൈസ് കഴിഞ്ഞ് മടങ്ങുന്ന അവസരത്തിലാണ് ഇറാൻ്റെ ഈ കപ്പൽ ആക്രമിക്കപ്പെട്ടത്. തീർച്ചയായിട്ടും 2026 മിലാൻ എക്സസൈസ് കഴിഞ്ഞ് തിരിച്ചു പോവുക എന്ന് പറയുമ്പോൾ നമ്മുടെ ഗസ്റ്റായിട്ടാണ് ആ കപ്പൽ വന്നത്. തിരിച്ചു പോകുന്ന അവസരത്തിൽ അമേരിക്ക ടോർപെഡോ വച്ച് തകർക്കുകയായിരുന്നു ഈ കപ്പൽ. അതായത് ഇന്ത്യക്ക് അടുത്ത് വച്ച ഈ ഒരു ആക്രമണം നടക്കുമ്പോൾ നാളെ ഇന്ത്യൻ തീരത്തേക്കും ഈ ആക്രമണം നീളാൻ, ഇന്ത്യൻ തീരത്തിനടുത്തേക്കും ഈ ആക്രമണം നീളാനുള്ള ഒരു സാധ്യതയും നമ്മൾ മുന്നിൽ കാണേണ്ടിയിരിക്കുന്നു. തീർച്ചയായിട്ടും ഇന്ത്യ അരയും തലയും മുറുക്കി തന്നെയാണ് ഈ വിഷയത്തെ സമീപിക്കുന്നത്. തീർച്ചയായിട്ടും ഇന്ത്യ പരമാവധി ഈ യുദ്ധത്തിൽ നിന്ന് വിട്ടുമാറി നിൽക്കുകയും സമാധാനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം തന്നെയാണ് നടത്തുന്നത്. പക്ഷേ ഇറാൻ ആക്രമിച്ചിരിക്കുന്നത് നമ്മെ ഏറ്റവും അധികം സഹായിക്കുന്ന, നമ്മുടെ പൗരന്മാർക്ക് ഏറ്റവും അധികം നന്നായി ജോലി നൽകുന്ന രാജ്യങ്ങളായിട്ടുള്ള മിഡിൽ ഈസ്റ്റ്, മധ്യേഷ്യൻ രാജ്യങ്ങളെയാണ് ഇറാൻ ആക്രമിച്ചിരിക്കുന്നത്. അതൊരിക്കലും ഭാരതത്തിന് ക്ഷമിക്കുവാൻ കഴിയില്ല. ഭാരതം ഒരിക്കലും ഇറാനെ ആക്രമിക്കുവാൻ വേണ്ടിയിട്ട് ആരോടും പറഞ്ഞിട്ടില്ല. പക്ഷേ ഇറാൻ്റെ ചെയ്തികൾ തന്നെയാണ് ഇറാനെ ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടു ചെന്നെത്തിച്ചത്. അതായത് ഏതൊരു രാജ്യമാണോ മറ്റൊരു രാജ്യത്തിനെതിരെ വളരെ ഓപ്പണായിട്ട് അവരെ നശിപ്പിക്കുക എന്നതാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് പറയുന്ന ഒരു രാജ്യമുണ്ടെങ്കിൽ അത് ഇറാനാണ്. 2040 ഇസ്രായേലിനെ പൂർണ്ണമായും നശിപ്പിക്കുക എന്നതാണ് ഇറാൻ്റെ ലക്ഷ്യം എന്ന് കൃത്യമായി ഇറാൻ പറഞ്ഞു വച്ചിട്ടുണ്ട്. അതിനു വേണ്ടിയിട്ട് ഡൂംസ് ക്ലോക്കൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട്. അത് പറഞ്ഞത് ആയത്തുള്ള അലി ഖൊമേനിയുമാണ്. അതുകൊണ്ട് തന്നെയാണ് അതിനുള്ള ശിക്ഷ തന്നെയാണ് ഖൊമേനിക്ക് കിട്ടിയത്. പക്ഷേ ഇപ്പോൾ ഈ കാര്യങ്ങൾ പോകുന്നത് ലോകയുദ്ധത്തിലേക്കാണ്. ചൈനയുടെ ഇടപെടലുണ്ടാകുന്നുണ്ട്, റഷ്യയുടെ ഇടപെടലുണ്ടാകുന്നുണ്ട്, ഒമാൻ്റെ ഇടപെടലുണ്ടാകുന്നുണ്ട്. ഇതിനിടയിൽ കാനഡ യുദ്ധമുഖത്തേക്ക് വരുന്നുണ്ട്. അങ്ങനെ പല രാജ്യങ്ങളും ഈ യുദ്ധത്തിനോടൊപ്പം സഹകരിക്കാൻ തയ്യാറായി മുന്നോട്ട് വരുമ്പോൾ തീർച്ചയായിട്ടും ലോകം കാത്തിരിക്കേണ്ട, ലോകം വളരെയധികം ജാഗരൂകമായിരിക്കേണ്ട ഒരു സമയം തന്നെയാണ്. കാരണം ലോകമഹായുദ്ധം നടന്നു കഴിഞ്ഞാൽ രാജ്യങ്ങളെല്ലാം തന്നെ കടക്കിണിയിലാകുന്ന ഒരു സാഹചര്യം തന്നെ ഉണ്ടാകും. മനുഷ്യർക്ക് വലിയ ബുദ്ധിമുട്ട് നേരിടുന്ന ഒരു സാഹചര്യമുണ്ട്. അത് നിസ്സാരമായ ഒരു സംഭവമായിട്ടേ തള്ളിക്കളയുവാൻ കഴിയില്ല. പക്ഷേ ഇന്ത്യയുടെ പരമാധികാരവും ഇന്ത്യയുടെ സൗഹൃദ രാജ്യങ്ങളെയും ഏതെങ്കിലും രീതിയിൽ ആക്രമിക്കപ്പെട്ടാൽ, ഏതെങ്കിലും രീതിയിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടായാൽ തീർച്ചയായിട്ടും ഭാരതത്തിൻ്റെ ഒരു സഹകരണം അവിടെ ഉണ്ടാകണം. ആ യുദ്ധം അവസാനിപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യണം. പക്ഷേ അതോടൊപ്പം തന്നെ ഈ ഭീകരവാദ നയത്തിനെതിരെയുള്ള നിരന്തരമായ പോരാട്ടം ഇന്ത്യക്ക് നടത്തുകയും വേണം. കാരണം ഇറാൻ ഒരു ചെറിയ രാജ്യമല്ല. ഭീകരവാദത്തിന് വേണ്ടിയിട്ട് നിരവധിയായിട്ടുള്ള ശ്രമങ്ങൾ ഇറാൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. അത് ഹമാസിനായിക്കോട്ടെ, ഹിസ്ബുള്ളയ്ക്കായിക്കോട്ടെ, ഇത്തരം ഭീകരവാദ സംഘടനകൾക്കെല്ലാം ഇറാൻ്റെ ഭാഗത്തുനിന്ന് സഹായം കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇന്ത്യക്കകത്ത് കയറിക്കൂടി ഇന്ത്യയുടെ പ്രാദേശിക രാഷ്ട്രീയത്തെ, ഇന്ത്യയുടെ ആഭ്യന്തര രാഷ്ട്രീയത്തിനകത്തേക്ക് കൂടി കയറുവാൻ വേണ്ടിയിട്ടുള്ള ശ്രമം പലപ്പോഴും ഇറാൻ നടത്തിയിട്ടുണ്ട്. കശ്മീരിൽ കുഴപ്പങ്ങളുണ്ട് എന്ന രീതിയിൽ ഇറാൻ സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ ഒരിക്കലും ഇന്ത്യ ഇറാനെ ആ രീതിയിൽ തള്ളിക്കളഞ്ഞിട്ടില്ല. പലരും പറയുന്നത് ഇറാനെ ഭാരതം തള്ളിക്കളഞ്ഞു എന്നാണ്. ഒരിക്കലും ഉണ്ടായിട്ടേയില്ല. പക്ഷേ ഈ രീതിയിൽ ഭീകരവാദ നയവുമായിട്ട് ഇറാൻ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇറാനെ ഒരു രീതിയിലും രക്ഷപ്പെടാൻ പോകുന്നില്ല. അതോടൊപ്പം ഭാരതത്തിൻ്റെ ഈ മേഖലയിലേക്ക് യുദ്ധം കടന്നു കയറുന്നതും യുദ്ധം എത്തുന്നതും ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ആശാസ്യകരമായ കാര്യമേ അല്ല. ഭാരതം ഇതിന് കൃത്യമായൊരു പോംവഴി കണ്ടെത്തും എന്ന ഉറപ്പാണ്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. ബ്രോട്ട് യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV എയ്ഡ്സ് സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ. HIV സ്റ്റാറ്റസോ HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.